ടോപ്പ് സിംഗർ വേദിയിൽ ഫേവറേറ്റ് റൗണ്ടുമായിട്ട് നമ്മുടെ സൂര്യകുട്ടി എത്തുന്നു. വെൽക്കം സൂര്യ ഗായത്രി ഓൺ സ്റ്റേജ്. ഹലോ ഹലോ. റെഡ് കുഞ്ഞ് ചായ കുടിക്കാൻ പോലും പിന്നെ സുഖമാണോ? അയ്യോ ചക്കരെ സുഖമാണടാ ചക്കരെ. മോക്ക് എങ്ങനെയുണ്ട്? അട്ടി അട്ടി കണക്കിനാ വെച്ചിരിക്കുന്നത്. പൗണ്ട് ഒരു സൈഡില്, ദിർഹംസ് വേറൊരു സൈഡില്, ഡോളർ വേറൊരു സൈഡില്. അതിനുവേണ്ടി പുതിയൊരു വീടും പുതിയൊരു വീടും. ഒരു ദിവസം പാട്ട് പഠിപ്പിക്കുന്ന റൂം നോക്കുമ്പോഴേ ഇതുവരെ കാണാത്തൊരു ഒരു എന്തോ സ്റ്റുഡിയോയില്. അപ്പൊ നോക്കുമ്പോഴെന്താ എന്റെ മീനൂട്ടി, എന്റെ സാറേ, ഞാൻ ചോദിച്ചു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓ എന്താ ഞാൻ കണ്ടത്? എന്താ ഒരു വലിയ വലിയെന്ന് വെച്ചാൽ സാധാരണ ഹോം തിയേറ്റർ അല്ല, ഒരു വലിയ മൾട്ടിപ്ലെക്സ് ഹോം തിയേറ്റർ വീട്ടില്. അതിന്റെ അകത്ത് ഒരു കസേര ഇട്ടിട്ടാണ് ചേച്ചി ഇങ്ങനെ മ്യൂസിക് ക്ലാസ്. പറഞ്ഞപ്പോ എനിക്ക് വേറെ എന്തൊക്കെയോ ഞാൻ വിചാരിച്ചു. എന്താ കണ്ടതെന്ന് 2-3 പ്രാവശ്യം ചോദിച്ചോ. ഞാൻ ചോദിച്ചു എന്താ, അപ്പൊ വീണ്ടും എന്താ, ഞാൻ പറഞ്ഞു പറ. എന്റെ മനസ്സിൽ പറയാ പറ. അങ്ങനെ ആക്കാനല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു. അതില് ഈ ഓൺലൈൻകാരൊക്കെ എന്താന്ന് അറിയണോ, നിങ്ങൾ ഞെട്ടും. അവിടെ എന്താന്ന് അറിയുവോ, അത്രയും പറഞ്ഞാ മതി. ഒരിക്കലും ഫുള്ള് കാര്യം പറയരുത്. പിന്നെ എന്റെ ഡാൻസ് ഒക്കെ കാണാറുണ്ട്. ആണോ? ഇനി കാണാം, പിന്നെ എന്റെ ഇരുന്ന് കാണാം. അപ്പൊ ഇന്നും ഉണ്ടോ ഡാൻസ്? ബ്രേക്ക് ഡാൻസ് പിന്നീട് കൂടെ എനിക്ക് നിക്കാം, കാരണം എം ജി ആണ് പറഞ്ഞത് ഈ ഐഡിയ. പിന്നെ അത് മാത്രമല്ല, വേണേ കൊലുസും കാണിക്കാം. ഒരു ഭയങ്കര ആന്റിയെ ഈ പാട്ട് കഴിയുമ്പോ ഞാൻ ഫ്ലോറിലോട്ട് വിടും. അത് നീ കാണിക്കാൻ പറ്റത്തില്ല. ലണ്ടനിലെ എലിസബത്ത് രാജ്ഞി അണിഞ്ഞിരുന്ന കൊലുസാണ് പിന്നീട് കാലിക്കട. എന്നോട് പ്രോമിസ് ചെയ്തിരുന്നു എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ. അത് വേണം. അങ്ങനെ ഞങ്ങൾ ഇത് കഴിയുമ്പോ ഈ പാട്ടിന് ശേഷം പിന്നി ആന്റിയുടെ കൊലുസ് നമ്മൾ കാണും. അത് കണ്ടാൽ നമ്മൾ ഞെട്ടും ഉറപ്പായിട്ട്. എം ജി അങ്കിളുടെ ബ്രേക്ക് ഡാൻസ് വിത്ത് ഹാർട്ട് അറ്റാക്ക്. അവള് നന്നായിട്ട് പാടും. പാടുന്നതിന് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്യൂൻ എലിസബത്ത് അണിഞ്ഞ പാദസരവുമായിട്ട് ബിന്നി കൃഷ്ണകുമാർ വേദിയിലോട്ട് വരും. എന്നിട്ട് പ്രേക്ഷകർ കാത്തിരുന്നുള്ളൂ. മോളും ബിന്നി മാഡമായിട്ടുള്ള ആ സ്നേഹത്തിന്റെ ഒരു എങ്ങനെ പെട്ടെന്ന് പാടി തീർക്കുന്നിട്ട് ഡാൻസിലോട്ട്. ബിന്നി ആന്റി എന്നെ വിളിക്കട്ടെ. ബിന്നി ആന്റി ദൈവമേ, നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. നിർബന്ധിക്കണം. ബിന്നി ആന്റി വരും. പക്ഷെ എന്താ കാര്യം വരാവോ? എന്താ ഞാനിപ്പോ നോക്കിയപ്പോഴ് അതെ കൊലുസ് അല്ല എണ്ണയൊക്കെ ഇട്ടിട്ട് അതിന്റെ മേളിൽ എന്തൊക്കെയോ തേക്കുന്നു. കാരണം കാല് കാണിക്കണമല്ലോ. ക്യാമറ ഈ കാലയിലോട്ട് ചേച്ചി ചെരുപ്പ് മാറ്റിയാലേ ആ കൊലുസിന്റെ ഭംഗി അറിയാം. ഒരു ചെരുപ്പ് ഒരു കാലം ഊര്. പിന്നെ അല്ല രണ്ടും ഒരു കാലിലേ ചെരുപ്പിട്ട് പൊട്ടിയതിന്റെ പാടുണ്ട്. ഇത് 3 ഉണ്ട്. 1, 2, 3. എലിസബത്ത് രാജ്ഞി സൂക്ഷിച്ചു വെച്ചിരുന്നു. അല്ല ഇന്ന് എന്റെ ഇതിന്റെ അടുത്ത സൈസ് ഉള്ളത് കണ്ടാ നിങ്ങൾ എന്ത് പറഞ്ഞാലേ ഇതിലും വലിയ വാസന അത് ഇവിടം വരെ ഉണ്ട്. അല്ലല്ല പാദസരം കാൽസരം അതുണ്ട്. പിന്നെ ഇപ്പൊ ഉണ്ടോ? പിന്നെ അത് ഉണ്ട്. അതുകൊണ്ട് വലിയൊരു അരഞ്ഞു. അല്ല മീനുട്ടി, അത് അരഞ്ഞാണത്തിലാണ് പിടിപ്പിക്കുന്നത്. എന്റെ ചേട്ടാ ഈ വെളിയിൽ പോകുമ്പോ എബ്രോഡ് പോകുമ്പോ അരഞ്ഞാണെല്ലാം അഴിച്ചു വെച്ചിട്ടേ പോകുള്ളൂ. കാരണം അതെന്താ കാരണം? പിടിച്ചോണ്ട് പോകും. മറ്റേ ഇതിന്റെ സെക്യൂരിറ്റി ചെക്കിങ്ങില് നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യൂലോ. ഇതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പോകുമ്പോ ഇതെല്ലാം അഴിച്ചു വെച്ചിട്ടേ പോകുള്ളൂ. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോ മറ്റേ അടുത്ത സൈസ് ചെങ്ങല എടുത്തോണ്ട് ചങ്ങലയോ? അല്ല കിലിങ്കിലും അതൊന്ന് കാണിക്കണേ. എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി. തോം 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 ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.